വെൽക്കം ബാക്ക്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സാണ്. ഇത് വളരെ ലളിതമാണ്. ആൻഡ്, ഓർ, നോട്ട്. നമുക്ക് കഴിഞ്ഞ സെഷനിൽ പഠിച്ച ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. നമുക്ക് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ, എക്സെട്ര. ഇപ്പം നമ്മൾ സിമ്പിൾ ബൂളിയൻ എക്സ്പ്രഷൻ കണ്ടു. എ ഗ്രേറ്റർ ദാൻ ബി, അല്ലെങ്കിൽ എ ലെസ് ദാൻ ബി, 3 ഗ്രേറ്റർ ദാൻ 2 എന്ന് പറയുന്നത് അത് ട്രൂ ആണ്. 30 ഗ്രേറ്റർ ദാൻ 22 അതും ട്രൂ ആണ്. പിന്നെ നമ്മൾ ഡാറ്റ ടൈപ്പ് നമുക്കറിയാം. ഇൻറ്റിജർ ഉണ്ട്, ഫ്ലോട്ട് ഉണ്ട്, അതേപോലെ ബൂളിയനും ഉണ്ട്. അപ്പോൾ സാധാരണ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ ഇതിൻ്റെ അകത്തൊരു ബൂളിയൻ എക്സ്പ്രഷൻ ആയിരിക്കും ഉണ്ടാവാൻ. സേ എക്സ് ഗ്രേറ്റർ ദാൻ വൈ. അത് കഴിഞ്ഞിട്ടൊരു കോളൻ ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ എന്തുണ്ടാവും? സ്റ്റേറ്റ്മെൻറ്റ് 1, സ്റ്റേറ്റ്മെൻറ്റ് 2. അപ്പോൾ ഈ തള്ളി എഴുതുന്നൊക്കെ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ അത് ചെയ്യത്തുള്ളൂ. 4. ഇത് ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉം എക്സിക്യൂട്ട് ചെയ്യപ്പെടും. ട്രൂ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 3 and 4 എക്സിക്യൂട്ട് ചെയ്യും. സ്റ്റേറ്റ്മെൻറ്റ് 3 and 4 എന്തായാലും എക്സിക്യൂട്ട് ചെയ്യും. ട്രൂ ആണെങ്കിൽ മാത്രം ഇത് എക്സിക്യൂട്ട് ചെയ്യും. നമുക്കത് ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് പറയാം. കഴിഞ്ഞ സെഷനിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇപ്പോൾ ഇവിടെ എഴുതി കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്തായാലും എക്സിക്യൂട്ട് ചെയ്യപ്പെടും. സ്റ്റേറ്റ്മെൻറ്റ് 2 എന്തായാലും എക്സിക്യൂട്ട് ചെയ്യപ്പെടും. എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ മാത്രമാണ് സ്റ്റേറ്റ്മെൻറ്റ് 3ഉം 4ഉം എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 5 എന്തായാലും എക്സിക്യൂട്ട് ചെയ്യപ്പെടും. അത് ഒന്നുകൂടെ അടിവരയിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇഫ് ദ കണ്ടീഷൻ ഇസ് ട്രൂ, എങ്ങനെയാണ് സീക്വൻസ് ഓഫ് എക്സിക്യൂഷൻ? സ്റ്റേറ്റ്മെൻറ്റ് 1, സ്റ്റേറ്റ്മെൻറ്റ് 2, സ്റ്റേറ്റ്മെൻറ്റ് 3, സ്റ്റേറ്റ്മെൻറ്റ് 4 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 5. കണ്ടീഷൻ ഫാൾസ് ആണെങ്കിലോ സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2 എന്തായാലും എക്സിക്യൂട്ട് ചെയ്യും. ഇത് ഫാൾസ് ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യപ്പെടത്തില്ല. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് 5 എക്സിക്യൂട്ട് ചെയ്യും. ഇത് ലളിതമാണ്. നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് മനസ്സിലാവും. ഇഫ് മാത്രമായിട്ട് ഉപയോഗിക്കാം. ഞാൻ കഴിഞ്ഞ ഇതിലെ സെഷനിൽ ഇഫ് എൽസ് ആണ് പറഞ്ഞത്. ഇഫ് മാത്രമായിട്ട് നമുക്കുണ്ടാകാം, ഇഫ് എൽസും ഉണ്ടാകാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഉപയോഗം നോക്കാം. ഇപ്പം നമ്മൾ 2 നമ്പറിൻ്റെ മാക്സിമം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. പിന്നെ ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നത് ഒരു കുട്ടി പാസ്സായോ ഇല്ലേ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കുട്ടിയുടെ മാർക്ക് നമുക്കറിയാം. മാർക്ക് ഈക്വൽ ടു 67. അത് പാസ് മാർക്കാണോ അല്ലേ എന്ന് കുറേ പേരുടെ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? മാർക്ക് ഗ്രേറ്റർ ദാൻ 40 എന്താണ്? പ്രിൻറ്റ് പാസ്. എൽസ് പ്രിൻറ്റ് ഫെയിൽ. പ്രിൻറ്റ് എൻഡ് ഓഫ് ദ പ്രോഗ്രാം. അപ്പോൾ ഇതിൽ മാർക്ക് 67 ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും എക്സിക്യൂട്ട് ചെയ്യപ്പെടും. ഈ സ്റ്റേറ്റ്മെൻറ്റും എന്തായാലും എക്സിക്യൂട്ട് ചെയ്യപ്പെടും. ഈ മാർക്ക് ഗ്രേറ്റർ ദാൻ 40 ആണെങ്കിൽ മാത്രമാണ് എന്ത് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്? പ്രിൻറ്റ് പാസ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്. മാർക്ക് ഗ്രേറ്റർ ദാൻ 40 അല്ലെങ്കിൽ മാത്രമാണ് എന്ത് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്? ഇത് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. പാസ്, എൻഡ് ഓഫ് ദ പ്രോഗ്രാം. ഇനി ഇവിടെ എന്തൊക്കെ എഴുതി കഴിഞ്ഞാലും അതൊക്കെ വരും. ഇവിടെ നമ്മൾ വെറുതെ ഒരു തമാശക്ക് ഹ എന്ന് കൊടുത്തു, അത് വരും. അപ്പോൾ ഇവിടെ ഉള്ള പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെങ്കിലും ഫോൾസ് ആണെങ്കിലൊക്കെ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യപ്പെടും. ഇത് ട്രൂ ആണെങ്കിൽ മാത്രം എക്സിക്യൂട്ട് ചെയ്യപ്പെടും. ഇത് ഫോൾസ് ആണെങ്കിൽ മാത്രം. ഒരു കുട്ടി വളരെ മോശമായിട്ട് പരീക്ഷ എഴുതി 7 മാർക്കേ കിട്ടിയുള്ളൂ. അപ്പോൾ അങ്ങനെ എന്ത് വരും? ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടില്ല. അതിന് പകരം പ്രിൻറ്റ് ഫെയിൽ, അത് എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടു. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. അത് കുറേ ഉപയോഗിച്ച് വരുമ്പോൾ നമുക്കത് കൂടുതൽ ക്ലിയർ ആവും. വേറൊരു കാര്യം കൂടെ പറയുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അത് പിന്നത്തേക്ക് വെക്കുന്നില്ല. അതാണ് ഇന്നത്തെ ക്ലാസ്സിലെ മെയിൻ സംഭവം. ലോജിക്കൽ ഓപ്പറേറ്റർ ആൻഡ്, ഓർ, ആൻഡ് നോട്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു
എക്സ് സമം 10, വൈ സമം 8, z ഈക്വൽ ടു 12. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദൻ വൈ ആണോ? ആണ്. അപ്പോൾ ചില സമയത്ത് നമുക്ക് രണ്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടി വരും. എക്സ് ഗ്രേറ്റർ ദൻ വൈയും എക്സ് ഗ്രേറ്റർ ദൻ സെഡും ആണോ? അപ്പോൾ നമുക്ക് ഈ രണ്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് വെദർ എക്സ് ഇസ് ഗ്രേറ്റർ ദൻ വൈ ആൻഡ് എക്സ് ഇസ് ഗ്രേറ്റർ ദൻ സെഡ്, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആൻഡ് ഉപയോഗിക്കാം. നമുക്കപ്പോൾ ഇത് നോക്കാം, ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കാം. പ്രിൻറ്റ് എക്സ് ഗ്രേറ്റർ ദൻ വൈ എന്തായിരിക്കും? ഞാൻ ഒന്ന് പോസ് ചെയ്യാം. എന്തായിരിക്കും പ്രിൻ്റ് ചെയ്ത് വരുന്നത്? ഇതൊരു സിമ്പിൾ ബൂളിയൻ എക്സ്പ്രഷനാണ്. എക്സ് ഗ്രേറ്റർ ദൻ വൈ ആണ്. അതുകൊണ്ട് പ്രിൻ്റ് എന്തായിരിക്കും? ട്രൂ വരും. ഇനി എക്സ് ഗ്രേറ്റർ ദൻ സെഡ് ആണോ? എക്സ് ഗ്രേറ്റർ ദൻ സെഡ് ആണോ? അല്ല. അതുകൊണ്ട് അത് ഫോൾസ് വരും. ഇനി നമുക്ക് വേറൊരു കാര്യമുള്ള ഈ സംഭവം എക്സ് ഗ്രേറ്റർ ദൻ വൈ ആൻഡ് എക്സ് ഗ്രേറ്റർ ദൻ സെഡ്. അപ്പോൾ ഇതാണ് ഒരു ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇതെന്താണ്? ട്രൂ ആണ്. ഇതെന്താണ്? ഫോൾസ് ആണ്. അപ്പോൾ ട്രൂ ആൻഡ് ഫോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾസ് ആണ്. രണ്ട് കണ്ടീഷന് സാറ്റിസ്ഫൈ ആയാൽ മാത്രമേ എന്താവത്തുള്ളൂ? ഈ എക്സ്പ്രഷൻ ട്രൂ ആവത്തുള്ളൂ. നമുക്കിത് ശരിയാണോ നോക്കാം. പ്രിന്റ്. ഇത് വളരെ രസമുള്ളൊരു കാര്യമാണ് കേട്ടോ. ബൂളിയൻ ഓൾജിബ്രയും ബൂളിയൻ എക്സ്പ്രഷൻസൊക്കെ നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ തന്നെ ആധാരം ഇതാണ്, ബൂളിയനാണ്. അതാണ് രണ്ടും ഇതാണെങ്കിൽ ഫോൾസ് ആണ്. ഇപ്പം നമ്മൾ സെഡിൻ്റെ വില 1 ആണെന്നിരിക്കട്ടെ, സെഡിൻ്റെ വില 7 ആണെന്നിരിക്കട്ടെ. ഇപ്പോൾ എക്സ് ഗ്രേറ്റർ ദൻ വൈ ആണോ? അതെ, ട്രൂ ആണ്. എക്സ് ഗ്രേറ്റർ ദൻ സെഡ് ആണോ? അതും ട്രൂ ആണ്. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദൻ വൈ ആൻഡ് എക്സ് ഗ്രേറ്റർ ദൻ സെഡ് എന്ന് പറഞ്ഞാൽ ട്രൂ ആൻഡ് ട്രൂ. എന്താണ്? ട്രൂ ആൻഡ് ട്രൂ, ട്രൂ ആണ്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ട്രൂ ആൻഡ് ട്രൂ എന്താണ്? ട്രൂ. ട്രൂ ആൻഡ് ഫോൾസ് എന്താണ്? രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ ഉത്തരം ട്രൂ ആവുള്ളൂ. ട്രൂ ആൻഡ് ഫോൾസ് എന്താണ്? ഫോൾസ് ആണ്. പിന്നെ മറ്റേ നോക്കേണ്ട കാര്യമേ ഇല്ല. ഫോൾസ് ആൻഡ് ഫോൾസ് എന്താണ്? ഫോൾസ് ആൻഡ് ഫോൾസും ഫോൾസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? ആൻഡ് ഓപ്പറേറ്റർ പഠിച്ചു. നമുക്കിനി എന്ത് പഠിക്കണം? ഓർ ഓപ്പറേറ്റർ. ഓർ എന്ന് പറഞ്ഞാൽ അതോ ഇതോ, രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവേണ്ടിയില്ല, ഒന്ന് സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ നമ്മൾ ആൻസർ ട്രൂ ആണ്. അപ്പോൾ നമ്മൾ ഈ എക്സാമ്പിൾ തന്നെ അവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാം. എക്സ് ഗ്രേറ്റർ ദൻ വൈ ട്രൂ ആണ്, എക്സ് ഗ്രേറ്റർ ദൻ സെഡ് അതും ട്രൂ ആണ്. അപ്പോൾ ഓറാണെങ്കിലോ രണ്ട് ഓർ എന്ന് പറയുമ്പോൾ ഇത് അല്ലെങ്കിൽ അത്, ട്രൂ ഓർ ട്രൂ. ഇപ്പോൾ എക്സ് ഗ്രേറ്റർ ദൻ വൈ എന്താണ്? ട്രൂ ആണ്. എക്സ് ഗ്രേറ്റർ ദൻ സെഡ് ട്രൂ ആണ്. അതുകൊണ്ട് ഇതെന്തായിരിക്കും? ട്രൂ ആയിരിക്കും. അതേ സമയത്ത് ഒരെണ്ണം ട്രൂ ആയാൽ തന്നെ എക്സ് ഓർ ട്രൂ ആയിരിക്കും. ഒരെണ്ണം ട്രൂ ആണെങ്കിൽ തന്നെ ഓർ ട്രൂ ആയിരിക്കും. ഇപ്പോൾ ഇത് 70 ആണെന്നിരിക്കട്ടെ, എക്സ് ഗ്രേറ്റർ ദൻ വൈ ട്രൂ, എക്സ് ഗ്രേറ്റർ ദൻ സെഡ് ഫോൾസ് ആണ്. പക്ഷേ ഇതെന്താണ്? ട്രൂ. എക്സ് ഗ്രേറ്റർ ദൻ വൈ ട്രൂ ആണ്,
എക്സ് ഗ്രേറ്റർ ദാൻ സെഡ് ഫോൾസ് ആണ്. അപ്പോൾ എന്തായിരിക്കും ഉത്തരം? ഫോൾസ് ആയിരിക്കും. ഞാൻ നോട്ടിനെ പറ്റി ഇപ്പം പറയുന്നില്ല, അത് പിന്നീട് ഒരു അവസരം വരുമ്പം പറയാം. എല്ലാം ഒന്നിച്ച് പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പം എന്താണ്? ആൻഡ് ഉണ്ട്, ഓർ ഉണ്ട്, നോട്ടുണ്ട്. ആൻഡ് എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമായിരിക്കും ഉത്തരം ട്രൂ ആവുന്നത്. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫോൾസ് ആയാൽ ഉത്തരം ഫോൾസ് ആയിരിക്കും. ഓർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഉത്തരം ട്രൂ ആയിരിക്കും. ട്രൂ ഓർ ട്രൂ ട്രൂ ആണ്. ട്രൂ ഓർ ഫോൾസ് എന്താണ്? അത് ഞാനിവിടെ എഴുതാം. ട്രൂ ഓർ ട്രൂ എന്താണ്? ട്രൂ ആണ്. ട്രൂ ഓർ ഫോൾസ് എന്താണ്? അതും ട്രൂ ആണ്. ഫോൾസ് ഓർ ട്രൂ എന്താണ്? അതും ട്രൂ ആണ്. ഫോൾസ് ഓർ ഫോൾസ് അത് ഫോൾസ് ആണ്. അപ്പോൾ ഇത് വളരെ രസമുള്ള കാര്യമാണ്. എല്ലാം ഒന്നരപ്പാടെ പറഞ്ഞ് നിങ്ങൾ ഇത് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് 3 ലോജിക്കൽ ഓപ്പറേറ്ററാണ്. ആൻഡ് എന്ന് പറഞ്ഞാൽ ആൻഡ് ആ വാക്കിൽ തന്നെ രണ്ടും നല്ല ഫാസ്റ്റായിട്ട് കളിക്കാനും കുറേ സമയം കളിക്കാനും പറ്റുന്ന ആളാണ് നല്ല ഫുട്ബോളർ. സ്റ്റാമിന വേണം അല്ലേ? ഫാസ്റ്റായിട്ട് റൺ ചെയ്യാൻ പറ്റിയാൽ മാത്രം പോരാ, അതുകൂടാതെ കുറേ സമയം അതേ സ്പീഡിൽ ഓടാൻ പറ്റുന്ന ആളാണ് ഒരു നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആവാൻ പറ്റുക. അപ്പോൾ ആ 2 കണ്ടീഷനും വേണം. ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ പറ്റി, പക്ഷേ കുറേ സമയം മൂവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ് ട്രൂ. നല്ല സ്റ്റാമിന ഉണ്ട്, കുറേ സമയം കളിക്കാൻ പറ്റുന്നതാണ് അതും ട്രൂ. അപ്പോൾ ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ആണെങ്കിലേ നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആകാൻ പറ്റുള്ളൂ. അതാണ് ട്രൂ ആൻഡ് ട്രൂ. അതേസമയത്ത് ഒരാൾ കുറേ സമയം കളിക്കാനും പറ്റും, പക്ഷെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ പറ്റത്തില്ല അയാൾക്ക്. അപ്പോൾ എന്താണ്? ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഫോൾസ്. കുറേ സമയം കളിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ട്രൂ. ഫോൾസ് ആൻഡ് ട്രൂ എന്ന് പറയുന്നത് ഫോൾസ് ആണ്. വേറൊരു കളിക്കാരനുണ്ട്, അയാൾ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ പറ്റും, പക്ഷെ കുറേ സമയം കളിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരാളും അത്ര നല്ല കളിക്കാരനല്ല. ഇപ്പോൾ എന്താണ്? ട്രൂ ആൻഡ് ഫോൾസ്. ഉത്തരം ഫോൾസ് ആണ്. അതേസമയത്ത് ഒരു കളിക്കാരനുണ്ട്, അയാൾക്ക് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അത് ഫോൾസ്. കുറേ സമയം കളിക്കാൻ പറ്റത്തില്ല, അതും ഫോൾസ്. അപ്പോൾ ഫോൾസ് ആൻഡ് ഫോൾസ് എന്താണ്? അത് ഡെഫിനറ്റായിട്ട് കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ല, ഫോൾസ് ആണ്. ഓക്കെ, സോ താങ്ക് യു.